ശല്യപ്പെടുത്താനും ബസ്സിലേക്ക് കല്ലെറിയാനും നശിപ്പിക്കാനും മാത്രമായിട്ട് ഒരു തലമുറയെ വളർത്തുമ്പോൾ ഈ നാടിന്റെ പൈതൃകം കൂടി അല്പം കൊടുത്തു എങ്കിൽ അവര് ഒരു സ്ത്രീയുടെ ടയറിന്റെ കാറ് ഊരുമ്പോൾ ഒന്ന് ചിന്തിക്കും. ഡൽഹിയിലെ സ്ത്രീ അങ്ങനെ മരിച്ചപ്പോൾ അതിനെതിരെ പ്രതിഷേധം മുടക്കിയവരാ ഇവിടെ ഉള്ളവര്. അതിനെതിരെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ യുവാക്കള്
വിളിച്ചു പറയുന്നു, അമ്പലത്തിൽ പ്രശ്നം വെക്കണ്ട, മറിച്ച് നന്മകൾ ചെയ്യാൻ ഒരു ദൈവത്തിന്റെയും ഇഷ്ടം ചോദിക്കേണ്ട, ദൈവത്തിന് സന്തോഷമുള്ളതാ നന്മകൾ ചെയ്യാം. അതേപോലെ ഇടയ്ക്ക് പറയേണ്ടിയിരുന്ന ഒന്ന്, നിങ്ങളുടെ മക്കള് ജാതകം നോക്കി കല്യാണം കഴിക്കാൻ വേണ്ടി നിൽക്കണ്ട, പ്രായം 28 വയസ്സ് കഴിഞ്ഞാൽ തമ്മിൽ യോജിച്ചു പോവോ ചോദിക്കാം. എന്നിട്ട് ഈശ്വരന്റെ സന്നിധിയിൽ വെച്ച് നല്ല വൈദിക വിധി പ്രകാരം കല്യാണം നടത്തി കൊടുക്കാം. ഞാനും എന്റെ ഭാര്യയെ കല്യാണം കഴിച്ചത് ജാതകം നോക്കിയിട്ടല്ല. ഞാൻ കഴിഞ്ഞ 3 വർഷം മുമ്പ് ഇവിടെ നിങ്ങളോട് പറഞ്ഞു, അവളുടെ നക്ഷത്രം പൂരാടം, എന്റെ നക്ഷത്രം തിരുവോണം, മുന്നാളാണ്. അവളെ പൂരാടം രുക്മിണി, എന്റെ തിരുവോണം ഗോപാലകൃഷ്ണൻ, മുന്നാളാണ്. ഒറ്റ ജാതക പ്രകാരവും ചേരില്ല, വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഈ മെയ് മാസം 27-ാം തീയതിക്ക് 30 വർഷമായി ഞങ്ങള് വിവാഹം കഴിഞ്ഞിട്ട്. എന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തതും ജാതകം നോക്കിയിട്ടല്ല. ശ്രീരാമനും സീതയും തമ്മിലുള്ള ജാതകം നോക്കിയത് ഗോപാലകൃഷ്ണനല്ല, വസിഷ്ഠ മഹർഷിയ. ശ്രീരാമനും സീതയും തമ്മിലുള്ള ജാതകം നോക്കിയത് വസിഷ്ഠ മഹർഷിയ. കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും സ്വസ്ഥമായിട്ട് ജീവിച്ചിട്ടില്ല. അതെനിക്ക് ഉറപ്പാ. രാമായണം എന്ന കഥ ഉണ്ടായത് തന്നെ അവര് സ്വസ്ഥമായിട്ട് ജീവിച്ചിട്ടില്ല എന്നതിന് തെളിവാ. പിന്നെ എന്തിനാ ജാതകം നോക്കുന്നത്? അതുകൊണ്ട് ജാതകം തെറ്റാണെന്ന് അർത്ഥമില്ല, വേണമെങ്കിൽ നോക്കാം. വാസ്തു തെറ്റാണെന്ന് അർത്ഥമില്ല. 5 സെന്റ് ഭൂമിയിൽ വീട് വെക്കുമ്പോ എന്തിനായി വാസ്തു നോക്കാൻ പോകുന്നത്? അത് 1 ഏക്കറിന് വീട് വെക്കുമ്പോ വാസ്തു നോക്കിയാൽ മതി. ഇന്ന് പെൺകുട്ടികളെ കിട്ടാനില്ല. പണ്ട് ആത്മീയ പ്രഭാഷണം നടത്തുമ്പോ ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകളാ, ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുന്ന പുരുഷന്മാരാ. എന്തുകൊണ്ടാ? സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടാ. സ്ത്രീകളുടെ എണ്ണം കുറവാ. ഞാൻ പറയാറുണ്ട്, ഞങ്ങളുടെ തുളു ബ്രാഹ്മണ സമുദായത്തിന്റെ എംബ്രാന്തിരിമാരുടെ സമുദായത്തില് മാധവ കല്യാണം എന്ന മാഗസീനില് ആൺകുട്ടികളുടെ ജാതകം 30 എണ്ണം, പെൺകുട്ടികളുടെ ജാതകം 3 ഉള്ളൂ. ഇപ്രാവശ്യം 4 എണ്ണം വന്നിട്ടുണ്ട്. 4 ജാതകമേ ഉള്ളൂ പെൺകുട്ടികളുടെ, ബാക്കി മുഴുവനും ആൺകുട്ടികളുടെയാ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ജാതി പോലും നോക്കണ്ട, മതം നോക്കണം. നല്ല രീതിയിൽ ഒരു ഭട്ടതിരിപ്പാട് എന്നെ വിളിച്ചു ഗുരുവായൂരിൽ നിന്ന്, ഗോപാലകൃഷ്ണ, എന്റെ മകള് പെന്തക്കോസ്ത് ക്രിസ്ത്യാനിയെ കല്യാണം കഴിക്കാൻ പോവാണ്, ഞാനിനി ജീവിച്ചു നിന്നിട്ട് കാര്യമില്ല. രാത്രി 12 മണിക്കാണ് വിളിച്ചത്. ഗോപാലകൃഷ്ണൻ ഒന്ന് എന്റെ മകളെ ഉപദേശിക്കോ? ഞാൻ പറഞ്ഞു, ജന്മം നൽകി വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കാത്ത അങ്ങയുടെ മകളെ 300 കിലോമീറ്റർ ദൂരത്തുള്ള ഗോപാലകൃഷ്ണൻ പറഞ്ഞാൽ കേൾക്കോ? പിന്നെ ഞാൻ എന്താ ചെയ്യാ? ഞാൻ തിരുമേനിയോട് പറഞ്ഞു, വേറെ ഒന്നും നോക്കണ്ട, മകള് പെന്തക്കോസ്ത് ക്രിസ്ത്യാനിയെ കല്യാണം കഴിക്കുന്ന ഉറപ്പാണെങ്കിൽ ആ പയ്യനെ വീട്ടിൽ കൊണ്ടുവന്ന് വേദമന്ത്രം ചൊല്ലി പൂണൂലിടിച്ച് നമ്പൂതിരിയാക്കാം. വേറെ ഒന്നും ചിന്തിക്കണ്ട. കാരണം നിങ്ങളുടെ ശരീരവും അവന്റെ ശരീരവും ഒക്കെ ഒന്ന് തന്നെയാ. അവനെ പൂണൂലിടിക്കുക. ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് മക്കളെ ഇഷ്ടമുള്ളവരെ കല്യാണം കഴിക്കാൻ അനുവദിക്കണമെന്ന് അർത്ഥമില്ല, അങ്ങനെ എടുക്കല്ലേ. പക്ഷേ നിർഭാഗ്യവശാൽ ഗതികേടിന് സംഭവിച്ചാൽ നമ്മുടെ മക്കളെ പടിയടച്ച് പിണ്ണം വയ്ക്കല്ലേ. കാരണം പണ്ട് നമ്മുടെ അച്ഛനമ്മമാർക്ക് 6-7 കുട്ടികളുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് 1-2 കുട്ടികളെ ഉള്ളൂ. മരിക്കുമ്പോൾ ആ മക്കളുടെ അടുത്തിരുന്ന് ഞാൻ എന്റെ മകനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചാൽ എനിക്ക് അന്ത്യകർമ്മം ഒന്നും ചെയ്യണ്ട, എന്റെ ജീവിതം മുഴുവനും ഞാൻ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി ചെയ്തത് മതി, ഇനി കൂടുതലൊന്നും വേണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, മരിക്കുന്ന സമയത്ത് ഭഗവത്ഗീത കാസറ്റ് വെക്കണം, വേദമന്ത്രങ്ങളുടെ CD വെക്കണം. വെറുതെ ഞാൻ കിടക്കുമ്പോൾ നീ ഇടയ്ക്കെങ്കിലും എന്റെ അടുത്ത് വരണം, അത് മാത്രം മതി. ചിരിച്ച മുഖവുമായിട്ട് ഞാൻ മരിക്കുമ്പോ നീ കരയരുത്. എന്റെ ശരീരം വഴുതക്കാട് ശാന്തി കവാടം ഉണ്ട്, ആരാധ്യനായ സുകുമാർ അഴീക്കോട് ഉദ്ഘാടനം ചെയ്തത്. ആ ശാന്തി കവാടത്തിൽ കൊണ്ടുപോയി 650 രൂപ കൊടുത്ത് ഗോപാലകൃഷ്ണന്റെ ഡെഡ് ബോഡിയാണെന്ന് പറഞ്ഞാൽ ഒരു കലവും കൂടി കൊടുക്കണം, 15 രൂപയുടെ. അവർ ഇലക്ട്രിക് ക്രമറ്റോറിയത്തിൽ അകത്തിടും. ഒരു അരമണിക്കൂർ കൊണ്ട് ചാരമാവും. ആ കുടത്തില് ചാരം കിട്ടും. പാപ്പനംകോടയ്ക്ക് വരുന്ന വഴിക്കാണ് കരമനയാറ് ഒഴുകുന്നത്. ആ കരമനയാറ്റിലേക്ക് ഇട്ടേക്കണം. പിന്നെ ഒന്നും ചെയ്യണ്ട. ഞാനിത് എന്റെ മകനോട് പറഞ്ഞതാ. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ മക്കൾ 1-2 പേരേ ഉള്ളൂ. അവരെ പടിയടച്ച് പുറത്താക്കി പിണ്ണം വെച്ചാൽ
നമ്മുടെ അന്ത്യകാലത്ത് അവരുണ്ടാവില്ല. നിങ്ങളിൽ ചിലരത് ചെയ്തിട്ടുണ്ടെന്ന് ഇന്നലെ ഞാൻ കേട്ടു. അത് ദുഃഖകരമാണ്. നിങ്ങളിൽ എന്ന് പറയുന്നത് എല്ലാവരിലുമല്ല. ഇന്നലെ മിനിഞ്ഞാന്ന് വന്നവരില് 2-3 പേര് അത് ചെയ്തതായിട്ട് കേട്ടു. അരുത്, ചെയ്യല്ലേ. പാപഭാരം, നിങ്ങളുടെ മക്കളുടെ ശാപം നിങ്ങളുടെ തലയിൽ വരരുത്. എന്റെ അച്ഛന്റെ മരണം, എന്റെ അമ്മയുടെ മരണം, എന്റെ അച്ഛന്റെയും അമ്മയുടെയും സന്തോഷം പങ്കുവെക്കാൻ എനിക്ക് ഭാഗ്യമില്ലാത്ത അവസ്ഥ അച്ഛനും അമ്മയും ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങളുടെ വീട്ടിലുണ്ടാവരുത്. ധന്യമായ ഒരു രാഷ്ട്രത്തിന്റെ നന്മ, നമ്മുടെ ധർമ്മത്തിന്റെ നന്മ, നമ്മുടെ കുടുംബത്തിന്റെ നന്മ, നമ്മുടെ ശരീരത്തിന്റെ നന്മ, നമ്മുടെ മനസ്സിന്റെ നന്മ. 5 വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. മൈൻഡ്, ബോഡി, ഫാമിലി, സൊസൈറ്റി ആൻഡ് നേഷൻ. മറക്കരുത്. രാഷ്ട്രം, സമൂഹം, കുടുംബം, ശരീരം, മനസ്സ്, സസ്റ്റൈനബിൾ, പെർമനന്റ് നന്മ വരുത്താൻ നിങ്ങൾക്ക് സാധിക്കണം. എനിക്ക് അത്ഭുതം തോന്നുന്നു. നിർത്തണമെന്നൊരു ഭയം. കാരണം ഒറ്റയാള് കൂട്ടുവായ വിട്ടിട്ടില്ല. എത്ര നേരമായിട്ടേ ഒറ്റയാള് കൂട്ടുവായ വിട്ടിട്ടില്ല. ഒരു 2-3 പേരെങ്കിലും കൂട്ടുവായ വിടുന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട്. ആ പെട്ടി വെക്കുന്നതിന്റെ അർത്ഥം ഏതാണ്ട് നിർത്താറായി ഗോപാലകൃഷ്ണ എന്ന് സൂചനയാണ്. അതുകൊണ്ട് അത് വെച്ചിട്ട് കുറെ നേരമായി. എന്റെ സുഹൃത്തുക്കളും അവിടെ നിന്ന് ഇൻഡയറക്ട്ലി അറിയിക്കുന്നുണ്ട്, സമയം കുറെ കഴിഞ്ഞു. ഗോപാലകൃഷ്ണന് ഒരു വണ്ടി അവിടെയുണ്ട്, അതിൽ വീട്ടിൽ പോവാം. നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ. പല വണ്ടികൾ സ്ട്രൈക്കല്ലേ, ഓട്ടോ കിട്ടണ്ടേ. ഒരു പ്രസംഗം അധിക പ്രസംഗം ആവുന്നത് മോശമല്ലേ. അതുകൊണ്ട് എന്റെ കുടുംബാംഗങ്ങളോട് വാക്ക് തരുന്നു, ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത വർഷവും 3 ദിവസം ഭാഷണം നടത്താൻ ഞാൻ വരുന്നുണ്ടായിരിക്കും. കാരണം ഇത്രയും വലിയ ഒരു സദസ്സിന്റെ മുന്നില് എന്നെ ക്ലാസ് എടുക്കാൻ സാധിക്കുന്നത് ജീവിതത്തിലെ അവാച്യമായ ഒരു അനുഭൂതി. 1-2 ചെറിയ കാര്യങ്ങള് ഇമെയിൽ അഡ്രസ് ഉള്ളവര് അവിടെ ഒരു സ്ലിപ്പ് വെച്ചിട്ടുണ്ട്, അതിനെഴുതി തരണം. നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും നമ്മുടെ സന്ദേശങ്ങള്, നല്ല സന്ദേശങ്ങൾ അയക്കുന്നുണ്ടാവും. അതുപോലെ കുറേ വേദത്തിന്റെ സീഡികളും പുസ്തകങ്ങളും എല്ലാം ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സീഡികള് ഹയസ്റ്റ് ക്വാളിറ്റിയിൽ ഉണ്ടാക്കുകയാണ്. അത് കോപ്പി എടുത്ത് വേറെ വല്ലവരും വിൽക്കുകയാണെങ്കിൽ വിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ കോപ്പിയിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്തേക്ക് അയക്കല്ലേ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാങ്ങിച്ചത് മാത്രമേ തിരുവനന്തപുരത്തേക്ക് അയച്ച് റീപ്ലേസ്മെന്റ് ചെയ്യുള്ളൂ. നിങ്ങൾ പെർഫെക്റ്റ്ലി 6 സിഗ്മ ക്വാളിറ്റിയിലുള്ള പ്രൊഡ്യൂസറിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ആര് കോപ്പി എടുത്ത് കൊടുക്കാനും സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളും കോപ്പി എടുത്ത് കൊടുക്കണം. മെമ്മറി കാർഡ്, മൊബൈൽ ഫോണിൽ ഇടുന്ന മെമ്മറി കാർഡ് ഉണ്ട്. 4 വേദവുമുള്ള പെൻഡ്രൈവ് ഉണ്ട്. അതേപോലെ ജീവചരിത്രം ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾക്ക് ഒന്നിനും കോപ്പിറൈറ്റ് ഇല്ല. കയ്യുകൂപ്പി പ്രാർത്ഥിക്കുന്നു. വേദത്തിന്റെയും മറ്റ് സീഡികളും ഡിവിഡികളും ധർമ്മശാസ്ത്രത്തിന്റെ പുസ്തകങ്ങളും എല്ലാം എത്ര കോപ്പി എടുത്ത് എത്ര പേർക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും പേർക്ക് എത്തിക്കാം. അത് നിങ്ങൾക്ക് ഒരു ജീവിത ദൗത്യമായിട്ട് വേദത്തിന്റെ കോപ്പികള് എത്തിക്കാൻ ശ്രമിക്കാം. അത് മതി. ഭാരതം വളരാതിരിക്കില്ല, ഭാരതം ഉയരാതിരിക്കില്ല, ഭാരതം വളരാതിരിക്കില്ല. അതേപോലെ മാർച്ച് 10-ാം തീയതി ഞായറാഴ്ച ശിവരാത്രി ദിവസം മാർച്ച് 10 സമയമുണ്ടെങ്കിൽ രാവിലെ 6 മണിക്ക് 11:15 ഇടയ്ക്ക് വേദമന്ത്രങ്ങൾ ചൊല്ലി പിതൃപൂജ നടത്തുന്നുണ്ടാവും. തൃശ്ശൂര് കേച്ചേരിക്കടുത്ത് മഴുവഞ്ചേരിയില്. തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴി മഴുവഞ്ചേരി എന്ന സ്ഥലമുണ്ട്. യൂസഫ് അലി കേച്ചേരിയുടെ വീടിന്റെ അടുത്ത് ഹൈവേയിൽ തന്നെയാണ്. എല്ലാ ബസ്സും അവിടെ നിർത്തും. ഇഷ്ടംമാതിരി ബസ്സുണ്ട്. പൊതുപണിമുടക്കല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം അതൊക്കെ എപ്പോ വേണമെങ്കിലും മഴ പെയ്യാം, എപ്പോ വേണമെങ്കിലും പൊതുപണിമുടക്ക് കേരളം പരശുരാമൻ ഉണ്ടാക്കാൻ കാരണം കോടാലി എറിഞ്ഞതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നോക്കാം, മാർച്ച് 10-ാം തീയതി രാവിലെ വരികയാണെങ്കിൽ 1 മണിക്കൂർ വേദമന്ത്രങ്ങൾ ചൊല്ലിയുള്ള പിതൃപൂജയ്ക്ക് സാധിക്കുമെങ്കിൽ എല്ലാവരും വരിക. ഒരു തീർത്ഥയാത്ര മാതിരി. ആ ദിവസം ഹോളിഡേയാ, വലിയ ചൂടില്ല, വലിയ തണുപ്പില്ല. അതേപോലെ അവിടെ തലേ ദിവസം വരികയാണെങ്കിൽ ഒരു 10-600 പേർക്ക് താമസിക്കാനുള്ള സൗകര്യവും കുളിക്കാനുള്ള സൗകര്യങ്ങളും ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബില്
1850 മണിക്കൂർ സ്പീച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റില് 14,000 മണിക്കൂർ സ്പീച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്നിന് കോപ്പിറൈറ്റ് ഇല്ല, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി എന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അംഗങ്ങളാവാൻ താല്പര്യമുള്ളവർക്ക് അവിടെ ഒരു മെമ്പർഷിപ്പ് ഫോം ഉണ്ട്. അതിലൂടെ കിട്ടുന്ന ചില എമൗണ്ടുകളൊക്കെയാണ് 1020 കുട്ടികൾ പഠിക്കുന്ന വേദവും നമ്മുടെ പഞ്ചതന്ത്ര കഥയും ആചാരങ്ങളും വിചാരങ്ങളും പഠിപ്പിക്കുന്ന 1200ഓളം കുട്ടികള് CBSE സിലബസ് പ്രകാരം പഠിപ്പിക്കുന്ന സ്കൂളിന്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കാം. അതുകൊണ്ട് സാധിക്കുന്നവരോട് എല്ലാവരോടും ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് സമ്പൂജ്യനായ ആരാധ്യനായ ബ്രാഹ്മിൻസ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയിലെ പ്രവർത്തകരോടും എന്റെ ജ്യേഷ്ഠ സഹോദരനോടും എന്റെ മുമ്പിലിരിക്കുന്ന കുടുംബാംഗങ്ങളോടും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിനപ്പുറത്തുള്ള ചാരിതാർത്ഥ്യത്തിന്റെ, സ്നേഹത്തിന്റെ, ബഹുമാനത്തിന്റെ വാക്കുകൾ തരുന്നു. നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണ് അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗദീശ്വരൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 10-21 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രഭാഷണ പരമ്പരകൾ നടത്താൻ ട്യൂബ്ലൈറ്റിനും മൈക്ക് സെറ്റിനും ഫ്ലക്സിനും ഒത്തിരി എമൗണ്ട് ചെലവുണ്ട്. നിങ്ങൾക്കറിയാവുന്നതാണ്. എല്ലാ വർഷവും പറയാറുള്ളത് പോലെ ഞാൻ പറയുന്നു, അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഇനിയും നമ്മളുടെ പലരെയും വിളിച്ചു കൊണ്ടുവന്ന് ഇതുമാതിരിയുള്ള പ്രഭാഷണം നടത്തുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ദക്ഷിണ ഉൾപ്പെടെയുള്ളത് ഇതുപോലെ നിങ്ങളുടെ കോൺട്രിബ്യൂഷനിൽ നിന്നാണ് ലഭിക്കുന്നതെന്നും അറിയിച്ചുകൊണ്ട് സാധിക്കുന്ന എല്ലാ സപ്പോർട്ടും എല്ലാ വർഷവും ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ കുടുംബാംഗങ്ങളെ, നിങ്ങൾക്ക് ഗോപാലകൃഷ്ണന്റെ പ്രണാമം.